grepനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനുള്ള സ്പോക്കൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇവിടെ പഠിക്കുന്നത് ചില ഉദാഹരണങ്ങളിലൂടെ മറ്റ് ഗ്രേപ്പ് കമാൻഡുകൾ. ഇതിനായി ഉപയോഗിക്കുന്നത് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം GNU ബാഷ് വെർഷൻ 4224. ശ്രദ്ധിക്കുക, GNU ബാഷ് 4 അല്ലെങ്കിൽ ഉയർന്ന വെർഷൻ ഈ ട്യൂട്ടോറിയലിൽ പരിശീലിക്കുന്നതിനായി ഉപയോഗിക്കുക. ലിനക്സ് ട്യൂട്ടോറിയൽ, ഗ്രേപ്പ് എന്നിവയിൽ അടിസ്ഥാന പരിജ്ഞാനം ഉണ്ടായിരിക്കണം. ആവശ്യമുള്ള ട്യൂട്ടോറിയലുകൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. നമുക്ക് ഒന്നിൽ കൂടുതൽ പാറ്റേണുകളും മാച്ച് ചെയ്യാം. അതിനായി -e ഓപ്ഷൻ ഉപയോഗിക്കണം. grepdemo.txt ഫയൽ തന്നെ ഉപയോഗിക്കാം. സിവിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിൽ ഉള്ളവരുടെ വിവരങ്ങൾ ആണ് വേണ്ടതെങ്കിൽ ടെർമിനലിൽ ടൈപ്പ് ചെയ്യുക grep സ്പേസ് -e സ്പേസ് ഡബിൾ quotesനുള്ളിൽ ഇലക്ട്രോണിക്സ് quotesന് ശേഷം സ്പേസ് -e സ്പേസ് ഡബിൾ quotesൽ സിവിൽ quotesന് ശേഷം സ്പേസ് grepdemo.txt. എന്റർ പ്രസ് ചെയ്യുക. ഔട്ട്പുട്ട് കാണിക്കുന്നു. ചൌധരി എന്ന് ടൈറ്റിലുള്ള ആൾക്കാരെ കണ്ടെത്തണമെന്ന് കരുതുക. ഇവിടെ പ്രശ്നം, വിവിധ ആൾക്കാർ അവരുടെ ടൈറ്റിൽ വിവിധ തരത്തിൽ എഴുതുന്നു. എന്താണ് പരിഹാരം? ഇങ്ങനെയുള്ള അവസരങ്ങളിൽ -i ഓപ്ഷനോടൊപ്പം -e ഓപ്ഷൻ ഉപയോഗിക്കണം. ടൈപ്പ് ചെയ്യുക grep സ്പേസ് -i സ്പേസ് ഡബിൾ quotesൽ ചൌധരി quotesന് ശേഷം സ്പേസ് -i സ്പേസ് ഡബിൾ quotesൽ ചൌധരി quotesന് ശേഷം സ്പേസ് grepdemo.txt. എന്റർ പ്രസ് ചെയ്യുക. ഔട്ട്പുട്ട് കാണിക്കുന്നു. പക്ഷേ എങ്ങനെ പല രീതിയിൽ ഒരു പേരെഴുതാൻ കഴിയും? എത്ര -e ഓപ്ഷനുകൾ നമുക്ക് എഴുതാൻ കഴിയും? അതായത് ഇതിനായി കൂടുതൽ നല്ല മാർഗം ഉണ്ടായിരിക്കും. അതാണ് റെഗുലർ എക്സ്പ്രഷൻസ്. ടെക്സ്റ്റിന്റെ സ്ട്രിംഗ്സ് മാച്ച് ചെയ്യുന്നതിനായി റെഗുലർ എക്സ്പ്രഷൻസ് ഫ്ലെക്സിബിലിറ്റി പ്രദാനം ചെയ്യുന്നു. അതായത് പ്രത്യേക ക്യാരക്ടറുകൾ, വാക്കുകൾ അല്ലെങ്കിൽ charactersന്റെ പാറ്റേണുകൾ. ഇവിടെ ധാരാളം റെഗുലർ എക്സ്പ്രഷൻ ക്യാരക്ടർസ് ഉണ്ട്. അവ ഓരോന്നായി നോക്കാം. ക്യാരക്ടർ ക്ലാസ്. ഇത് ഒരു കൂട്ടം ക്യാരക്ടറുകൾ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് പെയറിനുള്ളിൽ നൽകാൻ അനുവദിക്കുന്നു. ഈ ക്യാരക്ടറുകളിൽ ഏതെങ്കിലും ഒന്ന് മാച്ച് ചെയ്യുന്നു. ഉദാഹരണം ABC. ഇവിടെ A അല്ലെങ്കിൽ B അല്ലെങ്കിൽ C മാച്ച് ചെയ്യുന്നു. ചൌധരി മാച്ച് ചെയ്യാനായി പ്രോംപ്റ്റിൽ ടൈപ്പ് ചെയ്യുക grep സ്പേസ് -i സ്പേസ് ഡബിൾ quotesനുള്ളിൽ ch തുറക്കുന്ന സ്ക്വയർ ബ്രാക്കറ്റ് AO അടയ്ക്കുന്ന സ്ക്വയർ ബ്രാക്കറ്റ് തുറക്കുന്ന സ്ക്വയർ ബ്രാക്കറ്റ് UW അടയ്ക്കുന്ന സ്ക്വയർ ബ്രാക്കറ്റ് DH തുറക്കുന്ന സ്ക്വയർ ബ്രാക്കറ്റ് UA അടയ്ക്കുന്ന സ്ക്വയർ ബ്രാക്കറ്റ് R തുറക്കുന്ന സ്ക്വയർ ബ്രാക്കറ്റ് YI അടയ്ക്കുന്ന സ്ക്വയർ ബ്രാക്കറ്റ് ഡബിൾ quotesന് ശേഷം സ്പേസ് grepdemo.txt. എന്റർ പ്രസ് ചെയ്യുക. ഔട്ട്പുട്ട് കാണിക്കുന്നു. ഇപ്പോഴും ഇത് 2e ഉള്ള ചൌധരി മാച്ച് ചെയ്യുന്നില്ല. ഒരു വലിയ റേഞ്ച് സ്പെസിഫൈ ചെയ്യണമെങ്കിൽ ഇങ്ങനെ എഴുതുക. ആദ്യത്തെ അക്ഷരം ഡാഷ് റേഞ്ചിലെ അവസാനത്തെ അക്ഷരം. നമുക്ക് ഏതെങ്കിലും ഡിജിറ്റ് മാച്ച് ചെയ്യണമെങ്കിൽ എഴുതുക 0 to 9. ഈ charactersൽ ഏതെങ്കിലും ഒന്ന് മാച്ച് ചെയ്യുന്നു. ആസ്റ്ററിസ്ക് അതിന് മുമ്പത്തെ ക്യാരക്ടർ 0ഉം അല്ലെങ്കിൽ അതിൽ കൂടുതൽ തവണ ഉണ്ടാകാം എന്ന് സൂചിപ്പിക്കുന്നു. ഉദാഹരണത്തിന് AB *A AB ABB ABBB തുടങ്ങിയവയുമായി മാച്ച് ചെയ്യാം. മീര എന്ന് പേരുള്ള വിദ്യാർത്ഥികളുടെ പേര് മാച്ച് ചെയ്യുന്നതിനായി പ്രോംപ്റ്റിൽ ടൈപ്പ് ചെയ്യുക grep സ്പേസ് -i സ്പേസ് ഡബിൾ quotesനുള്ളിൽ m തുറക്കുന്ന സ്ക്വയർ ബ്രാക്കറ്റ് EI അടയ്ക്കുന്ന സ്ക്വയർ ബ്രാക്കറ്റ്
ആസ്റ്ററിസ്ക് RAA ആസ്റ്ററിസ്ക് quotesന് ശേഷം സ്പേസ് grepdemo.txt. Enter പ്രസ് ചെയ്യുക. ഔട്ട്പുട്ട് കാണിക്കുന്നു. ഡോട്ട് റെഗുലർ എക്സ്പ്രഷൻ ഉപയോഗിച്ച് ഒരു characterനെ മാച്ച് ചെയ്യുന്നു. നമുക്ക് Mൽ തുടങ്ങുന്ന 4 അക്ഷരങ്ങൾ നീളമുള്ള വാക്കുകൾ സെർച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം. grep സ്പേസ് ഡബിൾ quotesനുള്ളിൽ M ഡോട്ട് 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 സ്പേസ് quotesന് ശേഷം സ്പേസ് grepdemo.txt. Enter പ്രസ് ചെയ്യുക. ഔട്ട്പുട്ട് കാണിക്കുന്നു. ഇവിടെ quotesനുള്ളിലെ സ്പേസ് പ്രധാനമാണ്. കാരണം ഇത് 5ഓ അതിൽ കൂടുതലോ അക്ഷരങ്ങൾ ഉള്ള വാക്കുകൾ മാച്ച് ചെയ്യാം. ഒരു വരിയിൽ എവിടെയാണ് നമ്മുടെ പാറ്റേൺ സെർച്ച് ചെയ്യേണ്ടത് എന്ന് സ്പെസിഫൈ ചെയ്യണമെന്ന് ഇരിക്കട്ടെ. ഇത് വരിയുടെ തുടക്കത്തിൽ ആകാം. അതിനായി നമുക്ക് കാരറ്റ് ചിഹ്നം ഉണ്ട്. നമുക്ക് Aയിൽ റോൾ നമ്പർ തുടങ്ങുന്ന എൻട്രീസ് വേണമെങ്കിൽ ഒരു ഫയലിലെ ആദ്യത്തെ ഫീൽഡ് റോൾ ആണെന്ന് നമുക്കറിയാം. പ്രോംപ്റ്റിൽ ടൈപ്പ് ചെയ്യുക grep ഡബിൾ quotesനുള്ളിൽ കാരറ്റ് സൈൻ A quotesന് ശേഷം grepdemo.txt. Enter പ്രസ് ചെയ്യുക. ഔട്ട്പുട്ട് കാണിക്കുന്നു. ഒരു ഫയലിന്റെ അവസാനം പാറ്റേൺ മാച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഡോളർ ചിഹ്നമുണ്ട്. 7000നും 8999നും ഇടയിലുള്ള സ്റ്റൈപ്പൻഡുകൾ കണ്ടെത്തണമെങ്കിൽ grep സ്പേസ് ഡബിൾ quotesനുള്ളിൽ തുറക്കുന്ന സ്ക്വയർ ബ്രാക്കറ്റ് 78 അടയ്ക്കുന്ന സ്ക്വയർ ബ്രാക്കറ്റ് ഡോട്ട് 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 ഡോളർ സൈൻ quotesന് ശേഷം സ്പേസ് grepdemo.txt. Enter പ്രസ് ചെയ്യുക. ഔട്ട്പുട്ട് കാണിക്കുന്നു. ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു. ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത്: ഒന്നിൽ കൂടുതൽ പാറ്റേൺ മാച്ച് ചെയ്യുന്നത്, വ്യത്യസ്ത അക്ഷരങ്ങളുള്ള ഒരു വാക്ക് മാച്ച് ചെയ്യുന്നത്, ക്യാരക്ടർ ക്ലാസ് asteriskന്റെ ഉപയോഗം, ഡോട്ട് ഉപയോഗിച്ച് ഒരു ക്യാരക്ടർ മാച്ച് ചെയ്യുന്നത്, ഒരു ഫയലിന്റെ ആദ്യം പാറ്റേൺ മാച്ച് ചെയ്യുന്നത്, ഒരു ഫയലിന്റെ അവസാനം പാറ്റേൺ മാച്ച് ചെയ്യുന്നത്. ഒരു അസൈൻമെന്റ്: Yൽ തുടങ്ങുന്നതും 5 അക്ഷരങ്ങൾ ഉള്ളതുമായ എൻട്രീസ് ലിസ്റ്റ് ചെയ്യുക. ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു. നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം സ്പോക്കൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്താങ്ങുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT MHRD ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ദേവി സേനൻ, IIT ബോംബേ. നന്ദി.